ആ അല്ല ഇതായാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കേണ്ടത്. വന്നില്ല. വന്നിട്ടുണ്ട്. ഹലോ. ഒരു മിനിറ്റ്. ഇനി മ്യൂട്ടാക്കിയിരുന്നോ? ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ആഡ് ആക്കാം. ഓക്കെ. ക്ലാസ് റെക്കോർഡ് ആയിട്ടുണ്ട്. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, miss. Good afternoon. Good afternoon, miss. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വായിച്ചു നോക്കിയോ? നോട്ട് കിട്ടിയ കാര്യങ്ങള് വായിച്ചു നോക്കി. മനസ്സിലായോ? മനസ്സിലായി. ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? വായിച്ചു നോക്കിയപ്പോ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? PDF കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. അബ്ദുൾ സമദേ സംസാരിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും വിളിക്കും അബ്ദുൾ സമദേ എന്ന് പറഞ്ഞേ, പക്ഷെ സംസാരിക്കാറില്ല. പിന്നെ എന്താ? നോമ്പായപ്പോഴാണ് ഉഷാറായതല്ലേ? നോമ്പായോണ്ട. എന്താണ് അബ്ദുൾ സമദിന്റെ പേരെന്താ? അബ്ദുൾ സമദ് എന്റെ പേര് സൗദ. അബ്ദുൾ സമദ് അനിയനാ, ആങ്ങളെയാണല്ലേ? ഞങ്ങൾക്ക് പരിചയം അബ്ദുൾ സമദിനെയാ. അതെനിക്ക് തിരിയാത്തതായ പ്രശ്നം. അതെനിക്ക് തിരിയില്ല. അവന്റെ നിങ്ങള് സ്റ്റുഡന്റിന്റെ വേറെ പേര് പറയുന്നത് അലി അബ്ദുൾ സമദ്. എന്റെ ആങ്ങളെല്ലാം അതെനിക്ക് തിരിക്കില്ല. എവിടെയാണ് വീട്? അബ്ദുൾ സമദിന്റെ വീട് എവിടെയാ? വടകര. വടകരയാണോ? വടകര ഭാഷ എങ്ങനെയാണോ? ഇല്ല, വേറെ എവിടെയും താമസിച്ചിട്ടില്ല. വടകര എങ്ങനെയാണല്ലേ സംസാരിക്കുന്നത്? വടകരന്നും കുറച്ചു പേരുണ്ട്. എവിടെയാ വടകര? പ്രോപ്പർ പ്ലേസ് എവിടെയാ? കുറ്റ്യാടി റൂട്ട്, കാക്കുനി. നമ്മുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേട്ടിട്ടില്ലേ? കുറ്റ്യാടിയിലല്ലേ? കുറ്റ്യാടി. അവിടെ അടുത്താണല്ലേ? ഓക്കെ. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഇരിക്കും അല്ലെ? അപ്പൊ ക്ലാസ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? വായിച്ചു നോക്കിയോ? ഓക്കെയാണല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ, ചോദിക്കാൻ മടിക്കണ്ട.
ഇപ്പൊ PDF എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ആ ഒരു കാര്യം ചെയ്യാം, PDF-ലെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന പാരാഗ്രാഫ് മാത്രം ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഓരോന്നായിട്ട് നിങ്ങളെ കൂടി ഞാൻ റീഡ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ കൂടുതൽ എളുപ്പമാവും. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ ഒന്നും കൂടി വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. റീഡ് ചെയ്തോളൂ. മൈക്ക് ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യുവാണ് കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം കമന്റ് ചെയ്യുക. Okay, chapter 15, medical terminology. Medical terminology. The language of medicine originated from Greek and Latin. Medical terminology is employed in international language, and it is also essential to communicate with other medical workers. Medical terminology is the language used to specifically describe the human body, elements, method, circumstances, etc. Understanding terminology requires words down into their separate components of prefix, suffix, and root word, and having a solid practical knowledge of those parts. Okay. ഇവിടെ 2-3 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. എലമെന്റ്സ്, മെത്തേഡ്, സർക്കംസ്റ്റാൻസസ്. അതായത് എലമെന്റ്സ് എന്ന് പറയുന്നത് പാർട്സ് ആണ് കേട്ടോ. മുകളിൽ ഇവിടെ കുറച്ചും കൂടി എന്താ പറയാ, ടഫ് ആയിട്ടുള്ള വേർഡ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള വേർഡുകൾ പറയാം. എലമെന്റ്സ് മീൻസ് പാർട്സ്, ഭാഗങ്ങള്. മെത്തേഡ് എന്ന് പറഞ്ഞാല് പ്രോസസ് ആണ്. ഓക്കെ. സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാല് കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്. അതിനെയാണ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എലമെന്റ്സ് മീൻസ് പാർട്സ്, മെത്തേഡ് എന്ന് പറഞ്ഞാല് പ്രോസസ്, ദെൻ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഓർ പ്രൊസീജിയേഴ്സ്. നോട്ട് ചെയ്തോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന് നോക്കാം. മെഡിക്കൽ ടെർമിനോളജി എന്നത് മെഡിസിന്റെ ലാംഗ്വേജ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ. ഇത് പ്രധാനമായിട്ടും ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനായിട്ട് ഇത് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പോ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണെന്ത്? മെഡിക്കൽ ടെർമിനോളജി. ഏത് ഭാഷകളിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്? ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് തമ്മിൽ, അതായത് ഇന്റർനാഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണിത് മെഡിക്കൽ ടെർമിനോളജി. അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജി അടയാളപ്പെടുത്താൻ പറഞ്ഞതോ? അതായത് എലമെന്റ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? പാർട്സ് ആണ്. എലമെന്റ്സ് പാർട്സ്. മെത്തേഡ് എന്ന് പറഞ്ഞാല് പ്രോസസ് ആണ്. മെത്തേഡ് പ്രോസസ്. ദെൻ സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാല് കണ്ടീഷൻ ഓർ പ്രൊസീജിയേഴ്സ്. കണ്ടീഷൻ ഓർ പ്രൊസീജിയേഴ്സ്. ഓക്കെ. മനസ്സിലായോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ വർക്കേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണത് മെഡിക്കൽ ടെർമിനോളജി. ഇനി മെഡിക്കൽ ടെർമിനോളജി മനുഷ്യ ശരീരത്തെ, അല്ലെ, ഹ്യൂമൻ ബോഡിയെ, അതിന്റെ പാർട്ടുകളെ, അതിന്റെ ഭാഗങ്ങളെ, പ്രവർത്തനങ്ങളെ, രോഗാവസ്ഥകളെ,
അതുപോലെ തന്നെ ചികിത്സാ രീതികളെ എന്നിവയെ വ്യക്തമായി വിവരിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക ഭാഷയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ പലതരത്തിലുള്ള പാർട്സുകളെയും അതിന്റെ ഫങ്ഷൻസിനെയും അതുപോലെ തന്നെ ഡിസീസ് കണ്ടീഷൻ രോഗാവസ്ഥയെയും ട്രീറ്റ്മെന്റ് മെത്തേഡുകളെയും കുറിച്ച് വ്യക്തമായി ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന പ്രത്യേക ഭാഷ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെ ആണ്. യെസ്. ഇനി മെഡിക്കൽ ടെർമിനോളജി പഠിക്കാനായിട്ട് നമ്മൾ ഒരു വേർഡിനെ അതിന്റെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതായത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈസി ആകും. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാ? അതിന്റെ പാർട്ടുകളെ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോ ഒരു മെഡിക്കൽ ടേമിന്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് പ്രധാനമായിട്ടും പാർട്ടുകൾ? ഒരു മെഡിക്കൽ ടേം എടുക്കുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പാർട്ടുകൾ അതിനകത്ത് കാണും? റൂട്ട് വേർഡ് ഉണ്ടാകും, പിന്നെ സഫിക്സ് ഉണ്ടാകും, പ്രിഫിക്സ് ഉണ്ടാവും, അല്ലെ? ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടും ഒരു മെഡിക്കൽ ടേമില് സഫിക്സും പ്രിഫിക്സും റൂട്ട് വേർഡും പിന്നെ കമ്പൈനിങ് വെർബലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിഫിക്സ്, ഒരു മെഡിക്കൽ ടേമിന്റെ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്പൈനിങ് വേർഡ്സ് പറഞ്ഞിരുന്നു. പ്രിഫിക്സ് എന്താ? ബിഗിനിങ് പാർട്ടാണ്, അല്ലെ? ബിഗിനിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗത്തിൽ ചേർക്കുന്ന വേർഡുകളെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സഫിക്സ് എന്താണ്? സഫിക്സ് എന്താ? എൻഡിങ് പാർട്ട് ഓഫ് എ മെഡിക്കൽ ടേം. ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്ത് ചേർക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റൂട്ട് വേർഡ് എന്താ? റൂട്ട് വേർഡ് എന്താണ്? റൂട്ട് വേർഡ് ഒരു മെഡിക്കൽ ടേമിന്റെ മെയിൻ കമ്പോണന്റ് അല്ലെങ്കിൽ മെയിൻ പാർട്ടിനെയാണ് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കമ്പൈനിങ് വവ്വല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. AEIOU എന്ന് പറയുന്ന കമ്പൈനിങ് വവ്വല് കൂടി ചേർന്നിട്ടാണ് മെഡിക്കൽ ടേം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കമ്പൈനിങ് വവ്വൽ എന്ന് പറയുന്നത് O ആണ്. പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കില് PDF-ലായിട്ട് അബ്രീവിയേഷൻസ് എന്നും പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ടേമിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രിഫിക്സ് പഠിക്കും, സഫിക്സ് പഠിക്കും, കമ്പൈനിങ് വവ്വല് നോക്കും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിക്കുന്ന റൂട്ട് വേർഡ് നോക്കും, പിന്നെ അബ്രീവിയേഷൻസ് എന്നും പറഞ്ഞൊരു ചെറിയ ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. അതും കൂടി മെഡിക്കൽ ടേം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് പറയാം എന്താണെന്ന്. അപ്പോ സഫിക്സ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ് ഉണ്ട്, കമ്പൈനിങ് വെർബൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? മെഡിക്കൽ ടേം രൂപപ്പെടുന്നത്. അപ്പൊ നമ്മളൊരു മെഡിക്കൽ ടേമിനെ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഇത് പ്രിഫിക്സ് ആണ്, അല്ലെങ്കിൽ ഇത് സഫിക്സ് ആണ്, ഇത് റൂട്ട് വേർഡ് ആണെന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ടേം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് വർക്കേഴ്സിനെ പോലെ നമുക്കും എന്ത് ചെയ്യാം? മെഡിക്കൽ ടേം യൂസ് ചെയ്യാം. മനസ്സിലായോ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പഠിച്ചു കഴിഞ്ഞാല് നമ്മള് വേറെ ആരോടും സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പാട്ടുകളായിട്ട് പഠിക്കണം. പാട്ടുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാലും മെഡിക്കൽ ടേം എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പ്രിഫിക്സസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പ്രിഫിക്സസ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.
Okay. നോക്കൂ, prefixes. A prefix means a word attached at the beginning of a word and generally describes location and intensity. Prefixes are often found in general language. Example, autopilot, submarine, tricycle, and in a medical as well as scientific terminology, when a medical word ventilation contains a prefix hyper, the meaning of the word is changed hyperventilation. Not all medical terms have prefixes. To learn to identify a few of the more commonly used medical prefixes, you can make out the meaning of terms that may not be instantly familiar to you. Okay. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെഡിക്കൽ ടേമിന്റെ ബിഗിനിങ് പാർട്ട് ആണ് അല്ലെ, തുടക്കത്തിൽ ചേർക്കുന്ന ഒരു വേർഡ് ആണെന്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സാധാരണയായിട്ട് ഇത് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിഫിക്സ് എന്തിനാ ഉപയോഗിക്കുന്നത്, എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ഇന്റൻസിറ്റി, യെസ്, തീവ്രത അല്ലെ, ലൊക്കേഷൻ, ടൈം, നമ്പർ അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ഒന്ന് ലൊക്കേഷനും മറ്റൊന്ന് ഇന്റൻസിറ്റിയും. ഒന്നല്ലെങ്കിൽ ഒരു സ്ഥാനത്തെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു ഒരു ലൊക്കേഷനെ, അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെ, തീവ്രതയെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നു? പ്രിഫിക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ. ഇനി പ്രിഫിക്സ് എന്ന് പറയുന്നത് നോർമൽ ലാംഗ്വേജിലും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സമയത്ത് നോർമൽ ലാംഗ്വേജിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പ്രിഫിക്സസ് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ പൈലറ്റ് അല്ലെ. അതില് ഓട്ടോ എന്ന് പറയുന്നത് എന്താ? ഓട്ടോ പ്രിഫിക്സ് അല്ലേ, അല്ലെ? ഓട്ടോ പൈലറ്റ് എന്താ? പ്രിഫിക്സ് ആണ് അല്ലെ. അതിനകത്ത് ഓട്ടോ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ്. ദെൻ സബ്മറൈൻ, സബ്മറൈൻ എന്ന് പറയുമ്പോൾ കടലുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അതിനകത്ത് സബ് എന്ന് പറയുന്നത് എന്താ? പ്രിഫിക്സ് ആണ്. ഓക്കെ. ദെൻ ട്രൈസൈക്കിൾ, ട്രൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ചക്രമുള്ള അല്ലെ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. അപ്പൊ ട്രൈ അത് പ്രിഫിക്സ് ആണ്. ഓക്കെ. അപ്പോ ഈ ഓട്ടോ, സബ്, ട്രൈ ഇത് മൂന്നും എന്താണ്? പ്രിഫിക്സ് ആണ്. നോർമൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകളാണ്. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ലാംഗ്വേജിലും പ്രിഫിക്സ് ഉപയോഗിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജിയിലും പ്രിഫിക്സുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യാപകമായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രിഫിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. വെന്റിലേഷൻ എന്ന വാക്കിന് മുന്നിൽ ഹൈപ്പർ എന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ അത് ഹൈപ്പർ വെന്റിലേഷൻ ആകുന്നു. ഇവിടെ പ്രിഫിക്സ് ഏതാ? ഹൈപ്പർ വെന്റിലേഷനിൽ പ്രിഫിക്സ് ഏതാ? കമന്റ് ചെയ്തേ. പ്രിഫിക്സ് ഏതാ? ഹൈപ്പർ അല്ലെ. ഓക്കെ. അപ്പൊ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എക്സസീവ് അല്ലെങ്കിൽ ഹൈ എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എന്നാണ് അല്ലെ. അപ്പൊ എക്സസീവ് ബ്രീത്തിങ് എന്നാണ് ഹൈപ്പർ വെന്റിലേഷന്റെ മീനിങ് വരിക. അതുപോലെ തന്നെ മറ്റു പല ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഹൈപ്പർ തൈറോയിഡിസം ഇല്ലേ? ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് അല്ലെ. രണ്ട് ഇതുണ്ട്. തൈറോയിഡിനെ തമ്മിൽ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയിഡിന്റെ അളവ് കൂടുന്നതാണ് അല്ലെ. അവിടെയും എന്ത് വരുന്നുണ്ട്? എക്സസീവ് എന്ന് പറയുന്ന മീനിങ് വരുന്നുണ്ട് അല്ലെ. ഓക്കെ. പിന്നെ ഹൈപ്പർ ടെൻഷൻ കേട്ടിട്ടില്ലേ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന വേർഡ് അല്ലെ. ഹൈപ്പർ അതും അവിടെ എക്സസീവ് അല്ലെങ്കിൽ ഹൈ എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപകമായിട്ട് മെഡിക്കൽ ടെർമിനോളജിയിലും പ്രിഫിക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് എല്ലാ മെഡിക്കൽ ടേംസിലും പ്രിഫിക്സ് ചില സമയത്ത് ഉണ്ടാകണം എന്നില്ല. ഞാൻ പറഞ്ഞു ഒരു മെഡിക്കൽ ടേമില് സഫിക്സുകൾ ഉപയോഗിക്കും. അതുപോലെ റൂട്ട് വേർഡ് ഉണ്ടാവും, ചിലപ്പോ കമ്പൈനിങ് വേർബുകൾ ഉണ്ടാകാം അല്ലെ. അതിന്റെയൊക്കെ റൂൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് പ്രിഫിക്സ് ചിലപ്പോ എന്ത് ചെയ്യണം എന്നില്ല, അതിനകത്ത് ചിലപ്പോ കാണണം എന്ന് നിർബന്ധമില്ല.
അപ്പൊ ഈ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രിഫിക്സുകളുടെ മീനിങ് പഠിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് പരിചിതമില്ലാത്ത മെഡിക്കൽ ടേമുകളുടെ മീനിങ് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിഫിക്സസിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? The next one suffixes ആണ് കേട്ടോ. റീഡ് ചെയ്തോളൂ suffixes. Okay, നമുക്ക് suffixes നോക്കാം. Suffixes are used at the end of words to alter the real meaning in medical terminology. A suffix normally point out indicates a procedure, condition, disease, or part of speech. A commonly used suffix is itis. നിങ്ങളുടെ ടെക്സ്റ്റില് itis തന്നെയാണ് കിടക്കുന്നത്. ITIS ഉണ്ടോ? ഉണ്ട്. Okay. Itis, which means inflammation. When this suffix its എന്ന് മാത്രമേ കിടക്കുന്നുള്ളോ? its മാത്രമേ ഉള്ളോ? itis അല്ല. ITIS ഉണ്ടോ എന്ന് നോക്കൂ. അതിന്റെ ഇടയില് ടിയുടെയും എസിന്റെ ഇടയില് ഐ ഉണ്ടോ? ഇല്ല. ഇറ്റ്സ് അല്ല കേട്ടോ, ഐറ്റിസ് ആണ്. ഐറ്റിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നില്ല, ഐറ്റിസ് ഇൻഫ്ലമേഷൻ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ITIS. അതൊന്ന് അതിനകത്ത് ഐ കൂടി ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ITIS എന്നാണ്, അപ്പൊ ഐ അതിൽ ആഡ് ചെയ്യുക. ഓക്കെ ഓക്കെ. Itis, which means inflammation. When this suffix is paired with the prefix arthro, which means joint, the word that comes out is arthritis. And inflammation of the joints, sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make pronunciation easier. ഓക്കെ, അതായത് സഫിക്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജിയിൽ ഒരു വാക്കിന്റെ അവസാനത്തിൽ ചേർക്കുന്ന ഭാഗമാണ്. അതായത് എൻഡിങ് പാർട്ട്. ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്ത് ചേർക്കുന്ന വേർഡിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഈ സഫിക്സ് എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ മീനിങ് അഥവാ അർത്ഥം മാറ്റുകയോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമാക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഒരു മെഡിക്കൽ ടേമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ് എന്ത്? സഫിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ സഫിക്സ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ ടേമിന്റെ അർത്ഥം തന്നെ മാറാം, അല്ലെങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്ക്, അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആകാം. അതാണ് സഫിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സഫിക്സ് സാധാരണയായിട്ട് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് സ്പീച്ച്, സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പൊ സഫിക്സ് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നേ? ഒന്നില്ലെങ്കിൽ ഒരു പ്രൊസീജിയർ, ഏതെങ്കിലും ഒരു നടപടിക്രമം, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു,
അല്ലെങ്കിൽ ഡിസീസ് ഏതെങ്കിലും ഒരു രോഗത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പാർട്ട് ഓഫ് സ്പീച്ച് സംഭാഷണത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്തരത്തിലാണ് സഫിക്സുകള് ഉപയോഗത്തിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സ് ആണ്. ITIS. അതിന്റെ മീനിങ് എന്താ? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഐറ്റിസ് എന്താ മീനിങ് വരുന്നേ? ഐറ്റിസിന്റെ മീനിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്ലമേഷൻ അല്ലെ, നീർക്കെട്ട് അഥവാ വീക്കം എന്ന് പറയും അല്ലെ. ഐറ്റിസിന്റെ മീനിങ് എന്താണ്? നീർക്കെട്ട് അഥവാ വീക്കം അല്ലെ. അപ്പോ ഐറ്റിസ് എന്ന സഫിക്സ് ആർത്രോ എന്ന എന്താണ് പ്രിഫിക്സിനോടൊപ്പം ചേർക്കുകയാണെങ്കിൽ അത് ആർത്രൈറ്റിസ് എന്നായിട്ട് മാറും. ഓക്കെ, എന്താണ് സഫിക്സ് എന്ന്, അതായത് ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സ് ആർത്രോ എന്ന് പറയുന്ന പ്രിഫിക്സുമായിട്ട് ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു? ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടേം ആയിട്ട് അവിടെ രൂപപ്പെടുന്നു. അപ്പോ ആർത്രോ അല്ലെ, നമ്മൾ കമ്പൈനിങ് വെർബൽ ചേർത്തു അല്ലെ. ആർഥർ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ കൂടെ ഓ എന്ന് പറയുന്ന കമ്പൈനിങ് വെർബൽ ചേർത്തു. അപ്പൊ ജോയിന്റ്, ആർഥർ എന്ന് പറഞ്ഞാലും ആർത്രോ എന്ന് പറഞ്ഞാലും ജോയിന്റിന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ആണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ ആർത്രോ ഐറ്റിസ് എന്ന് പറയില്ല, അത് അത്ര ഭംഗിയല്ല. മാത്രമല്ല പ്രൊനൗൺസിയേഷനിലും അത്ര ഭംഗിയായിട്ട് വരുന്നില്ല അല്ലെ. അവിടെ ഒരെണ്ണം കട്ട് ചെയ്യുമല്ലേ നമ്മള്, ഇല്ലേ? ആർത്രോ ഐറ്റിസിന്റെ കൂടെ എന്താണ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നേ? ഏത് ലെറ്റർ ആണ് കട്ട് ചെയ്യുന്നേ? ഓ എന്ന് പറയുന്ന ലെറ്റർ കട്ട് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? ഓ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന കമ്പൈനിങ് വെർബലിനെ അവിടെ നിന്ന് മാറ്റിക്കളയാം. ഓക്കെ, അപ്പൊ ഇവിടെ ആർത്രോ ഐറ്റിസ് അതായത് ജോയിന്റ് ഇൻഫ്ലമേഷനെ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് വെർബലുകൾ ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓ എന്ന് പറയുന്ന കമ്പൈനിങ് ലെറ്റർ അവിടെ നിന്ന് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോ ആർത്രോ ഐറ്റിസ്, ആർത്രൈറ്റിസ് അതായത് സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ നീർക്കെട്ട്, അതാണ് ആ മെഡിക്കൽ ടേമിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങളിപ്പോ ഓർക്കുന്നുണ്ടാവും, ഈ ആർത്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ടെന്ന് ഇപ്പോഴാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ നേരത്തെ ആർക്കെങ്കിലും അറിയായിരുന്നോ ഇങ്ങനെ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന്? അല്ലെങ്കിൽ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നേ? നേരത്തെ അറിയില്ലായിരുന്നു അല്ലെ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഈ ഡോക്ടേഴ്സും അതുപോലെ നേഴ്സുമാരൊക്കെ ഈ പറയുന്നുണ്ട് അല്ലെ, ആർത്രൈറ്റിസ് ആണ്, ഗ്യാസ്ട്രൈറ്റിസ് ആണ്. പക്ഷെ അത് എന്താണ്? ആ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, അത് നമ്മൾ മെഡിക്കൽ ടേമിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാലാണ്, പാർട്സുകളായിട്ട് നമ്മളത് മനസ്സിലാക്കിയാലാണ് നമുക്ക് അതിന്റെ മീനിങ് എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡും കമ്പൈനിങ് വെർബൽ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് സഫിക്സ്. അതായത് ചിലപ്പോൾ സഫിക്സ് ചേർക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റൂള് പ്രകാരം ചില ലെറ്റേഴ്സ് അവിടെ നിന്ന് കട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സഫിക്സസിൽ പറയാനുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് റൂട്ട് വേർഡ്സ് റീഡ് ചെയ്തോളൂ കേട്ടോ. റൂട്ട് വേർഡ്സ് റീഡ് ചെയ്തോളൂ.
ഓക്കെ, അതിനകത്ത് നിങ്ങൾ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് വേർഡ്സ് അവിടെ പറയുന്നുണ്ട്. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഒന്ന് EMS ആണ്. എന്താ EMS? മുഖ്യമന്ത്രി അല്ലേ കേട്ടോ. ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പേരായിരുന്നല്ലേ EMS അല്ലേ? ചിരിക്കാൻ പറഞ്ഞതല്ല. EMS എന്താ? EMS എമർജൻസി മെഡിക്കൽ സർവീസ് കേട്ടോ. എമർജൻസി മെഡിക്കൽ സർവീസ് ആണെന്ത്? EMS, എമർജൻസി മെഡിക്കൽ സർവീസ്. പിന്നൊന്ന് CPR ആണ്. എന്താണ് CPR? കേട്ടിട്ടുണ്ടല്ലേ നമ്മള്. എന്തിനാണ് CPR ഉപയോഗിക്കുന്നത്? എന്താണ് യൂസ് CPRന്റെ? What is mean by CPR? അത്യാസന്ന നിലയിൽ CPR കൊടുക്കാറുണ്ട് അല്ലേ? ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ CPR കൊടുക്കുന്നേ? ആണോ? യെസ്. അപ്പൊ CPRന്റെ ഫുൾ ഫോം എന്ന് ഒന്ന് എഴുതിയെടുത്തോളൂ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. ഓക്കെ, രണ്ടും എഴുതിയോ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് റൂട്ട് വേർഡ് എന്ന് നോക്കാം. The chief part or stem of a word is known as a root word. A root word carries the essential meaning of the word and frequently points out a body part with a combining form. The root word and a combining vowel like I, E, O or A may be blended with another root word, a prefix or a suffix to describe a particular structure or condition. A regularly used term in EMS is CPR, which stands for cardiopulmonary resuscitation. When we break it down, cardio is a root word which means heart, and pulmonary is a root word meaning lungs. By executing CPR, we introduce air into the lungs and circulate blood by pressing the heart to revive the patient. Some root words may also be used as prefixes or suffixes. Okay. അപ്പൊ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ്, ഒരു മെഡിക്കൽ വേർഡിന്റെ, ഒരു മെഡിക്കൽ ടേമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് സ്റ്റെം എന്നറിയപ്പെടുന്നു. ഓക്കെ, സ്റ്റെം എന്നറിയപ്പെടുന്നു. റൂട്ട് വേർഡിനെ പറയുന്ന പേരാണ് സ്റ്റെം എന്നറിയപ്പെടുന്നു. റൂട്ട് വേർഡ് ആയിട്ടുള്ള വാക്കിന്റെ അടിസ്ഥാന, അതായത് ഒരു റൂട്ട് വേർഡ് എന്ന് പറയുന്നത് അതിന് ബേസിക് ആയിട്ടൊരു മീനിങ് നൽകുന്നു. അതായത് ഒരു മെഡിക്കൽ ടേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ ടേമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് അല്ലെങ്കിൽ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. ഇത് പലപ്പോഴും ഒരു ബോഡി പാർട്ടിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്തിനെ സൂചിപ്പിക്കാനാണ് റൂട്ട് വേർഡ് ഉപയോഗിക്കുന്നത്? ഒരു ബോഡി പാർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഗ്യാസ്റ്റർ അല്ലെ? ഗ്യാസ്റ്റർ എന്തുമായി ബന്ധപ്പെട്ടതാ? ഗ്യാസ്റ്റർ എന്താ? ഗ്യാസ്ട്രോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താ? സ്റ്റൊമക്ക് അല്ലെ? ഗ്യാസ്ട്രോ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്ത് തന്നെയാ? സ്റ്റൊമക്ക് എന്ന് തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ പലപ്പോഴും എന്താണ്, ഇതൊരു ബോഡി പാർട്ടിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ റൂട്ട് വേർഡിന്റെ കൂടെ കമ്പൈനിങ് വവൽ ചേർത്തിട്ട് കമ്പൈനിങ് ഫോമിൽ ഉപയോഗിക്കുന്നു അല്ലെ? കമ്പൈനിങ് ഫോം എങ്ങനെയാണ് ആകുന്നത്? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റൂട്ട് പ്ലസ് വവൽ അല്ലെ? അത് ചേർത്തിട്ടാണ് എന്താവുന്നത്? കമ്പൈനിങ് ഫോം ആവുന്നത് അല്ലെ? ഇപ്പൊ ഗ്യാസ്റ്റർ /O ചേർന്ന് കഴിഞ്ഞാല് ഗ്യാസ്ട്രോ എന്നാവും. ആർത്തർ /O ചേർന്ന് കഴിഞ്ഞാല് എന്താവും? ആർത്രോ എന്നാവും അല്ലെ? അങ്ങനെ റൂട്ടിന്റെ കൂടെ വവലും കൂടി ചേർന്നിട്ട് കമ്പൈനിങ് ഫോമിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു റൂട്ട് വേർഡ് എന്ന് പറയുന്നത് മറ്റൊരു റൂട്ടുമായോ അല്ലെങ്കിൽ സഫിക്സുമായിട്ടാണ് ചേരുന്നത്. അങ്ങനെയാണ് ഒരു മെഡിക്കൽ ടേമിന് നമുക്കൊരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണത ലഭിക്കുക. ഓക്കെ,
റൂട്ട് വേർഡുകൾ മറ്റൊരു റൂട്ടുമായിട്ട് ചേരും, അല്ലെങ്കിൽ എന്താ പറയാ മറ്റൊരു സഫിക്സുമായിട്ട് ചേരും അല്ലെ. അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാസ്ട്രോ എൻറ്ററോളജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ. റൂട്ടുകള് അല്ലെ, ഒരു റൂട്ട് മറ്റൊരു റൂട്ടുമായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ ഒരു റൂട്ട് സഫിക്സുമായിട്ട് ചേരുന്നു. ബയോളജി അല്ലെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോജി അതൊരു സഫിക്സ് ആണ് അല്ലെ, റൂട്ട് എന്ത് ചെയ്യുന്നു അതുമായിട്ട് ചേരുന്നു. അങ്ങനെ കുറെ എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തില് കമ്പൈനിങ് ഫോം, അതായത് ഒരു റൂട്ട് മറ്റൊരു റൂട്ടുമായി ചേർന്നോ അല്ലെങ്കിൽ ഒരു റൂട്ട് സഫിക്സുമായി ചേർന്നോ മെഡിക്കൽ ടേമിന് ഒരു പ്രത്യേക സ്ട്രക്ചർ നൽകുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, CPR അല്ലെ. CPR എന്ന് പറയുന്നത് എമർജൻസി മെഡിക്കൽ സർവീസിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഓക്കെ, എമർജൻസി അല്ലെ, നമ്മുടെ എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണെന്ത് ഈ CPR എന്ന് പറയുന്നത്. CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ ആണ്. അപ്പൊ ഇതില് കാർഡി അല്ലെങ്കിൽ കാർഡിയോ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് മീനിങ് വരുന്നത്? കാർഡി അല്ലെങ്കിൽ കാർഡിയോ ഹാർട്ട് ആണ് അല്ലെ, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ പൾമണറിയോ? പൾമണറി ലങ്സ് ആണ് അല്ലെ. ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കമ്പൈനിങ് വവല ചേർത്തിട്ടുള്ളത്? റൂട്ടുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ കാർഡിയോ പ്ലസ് പൾമണറി അല്ലെ, O എന്ന് പറയുന്ന കമ്പൈനിങ് വവൽ അവിടെ ചേർത്തു. ഓക്കെ, അപ്പോ റൂട്ട് വേർഡുകൾ വരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു റൂട്ട് മറ്റൊരു റൂട്ടുമായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ ഒരു റൂട്ട് സഫിക്സുമായിട്ട് ചേരുന്നു. അങ്ങനെയാണ് അതിന് പൂർണ്ണത ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ CPR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതായത് പേഷ്യന്റിന്റെ ലങ്സിലേക്ക് എയർ നൽകുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലെ. ചെസ്റ്റ് അമർത്തിയിട്ട് ഹാർട്ട് വഴി രക്തത്തെ അല്ലെങ്കിൽ ബ്ലഡിനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് CPR എന്ന് പറയുന്നത്. ഇതിലൂടെ രോഗിക്ക് എന്താണ് റിവൈവ് ചെയ്യാൻ, അതായത് പുനരുജ്ജീവിക്കാനായിട്ട് സാധിക്കുന്നു CPR എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൂട്ട് വേർഡിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തതാണ് അബ്രീവിയേഷൻസ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് നോക്കാനുണ്ട്. ഇത് എളുപ്പമാണ്. അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് അബ്രീവിയേഷൻസിന്റെ മീനിങ്? എന്താ അബ്രീവിയേഷൻസ്? എന്താ അബ്രീവിയേഷൻ? ചുരുക്ക രൂപമാണ് അല്ലെ. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയാണ് ഹോസ്പിറ്റലുള്ളവർ പറയാ. നീ ആ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും, അങ്ങനെയാ പറയാ. എങ്ങനെയാ പറയാ? എങ്ങനെയാ പറയാ? ആ OPD-യിലേക്ക് പോ, അല്ലെങ്കിൽ OP-യിലേക്ക് ചെല്ല് അല്ലെ, അങ്ങനെയൊക്കെയല്ലേ പറയാ. യെസ്. അപ്പൊ എന്താണ് നമുക്ക് അബ്രീവിയേഷൻസ് എന്ന് നോക്കാം. വായിച്ചോ എല്ലാവരും? റീഡ് ചെയ്തോ? റീഡ് ചെയ്യൂട്ടോ, ചെയ്തിട്ടില്ലെങ്കിൽ റീഡ് ചെയ്തോളൂ.
വായിച്ചു കഴിഞ്ഞേക്ക് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അബ്രീവിയേഷൻസ് നോക്കാം. Abbreviations are words which are used to shorten notes or documentation. When using abbreviations in patient care reports, you had better use only standard accepted abbreviations to avoid confusion and errors. This list is meant to help decipher documents written by other healthcare professionals. Before using any abbreviations in reports, it is essential to be familiar with the approved use of abbreviations in your local jurisdiction or service area. അതായത് അബ്രീവിയേഷൻ എന്ന് പറയുന്നത് ചുരുക്കി എഴുതാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഷോർട്ട് ആൻഡ് നോട്ട്സ് ആണ് കേട്ടോ. അതായത് ചുരുക്കി എഴുതാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നത്? എന്താണ് അതിന്റെ മെച്ചം, ബെനിഫിറ്റ് എന്താണ്? ഇവിടെ തന്നെ പറയുന്നുണ്ട് നമ്മൾ അബ്രീവിയേഷൻസ് എന്തിനാ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന്. എന്തിനാ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നത്? എളുപ്പമാണോ? ഒരാളുടെ പ്രൊനൗൺസിയേഷൻ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് തന്നാല് 24th ബാച്ച് ആണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 24ാമത്തെ ബാച്ചാണ് നിങ്ങൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 24ാമത്തെ ബാച്ചിൽ എനിക്ക് കയറാൻ സമയമായി അങ്ങനെ പറയോ? അങ്ങനെ പറയില്ല. മറിച്ച് ഇതിനെ ഷോർട്ടൻ ആക്കും. എങ്ങനെയാ പറയാ? അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 24ാമത്തെ ബാച്ചിൽ കയറാൻ എനിക്ക് സമയമായി എന്ന് ഞാൻ പറയില്ല. മറിച്ച് HA24ൽ കയറാനായിട്ട് എനിക്ക് സമയമായി എന്നാണ് ഞാൻ പറയാ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊനൗൺസിയേഷൻ ഈസി ആക്കുന്നില്ലേ? നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ പറയുന്ന സമയത്ത് ചിലപ്പോ എററുകൾ ഉണ്ടാവാം അല്ലെ. നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ. അപ്പൊ സാധാരണയായിട്ട് പറയുന്ന കാര്യങ്ങളിൽ എറേഴ്സ് വരാം, തെറ്റുകൾ സംഭവിക്കാം, കൺഫ്യൂഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ കൺഫ്യൂഷൻസും എറേഴ്സും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന അബ്രീവിയേഷൻസ് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ, അതായത് ഇപ്പോ നഴ്സിംഗ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നീട്ടി വലിച്ച് എഴുതുന്നതിന് പകരം ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ സമയം ലാഭിക്കാം, തെറ്റുകൾ കുറയ്ക്കാം, പ്രൊനൗൺസിയേഷൻ ഈസി ആക്കാം, മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അതാണ് അബ്രീവിയേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെ, അവര് എഴുതിയിരിക്കുന്ന രേഖകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം CBC അല്ലെ. എന്താണ് CBC? ഡോക്ടേഴ്സ് എഴുതുന്നതാണ് അല്ലെ. പനിയോ ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ എഴുതി തരുന്ന ഒരു കാര്യമാണ്. അതിന്റെ പൂർണ്ണ രൂപം അവർ എഴുതില്ല, CBC എന്ന് എഴുതുക. എന്താ? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെ. അതാണോ CBC? ഇല്ലേ? നമ്മള് ബ്ലഡിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അല്ലെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ? ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡോക്ടേഴ്സ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് എഴുതില്ല, പകരം CBC എന്ന് എഴുതുള്ളൂ അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അബ്രീവിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ മറ്റുള്ള രേഖകളിൽ അബ്രീവിയേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ അബ്രീവിയേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യം, നോട്ട് ചെയ്തിരിക്കുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അത് ഓക്കെ ആണോ, അത് ശരിയായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ചുരുക്കെഴുത്തുകളെയാണ് എന്ത് പറയുന്നത്? അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ മാറി കിട്ടിയോ? PDF വായിച്ചപ്പോ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോ മാറി അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. കാരണം ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആയി അല്ലെ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറഞ്ഞു. കാരണം എന്താ? പ്രീവിയസ് ക്ലാസ്സിൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് കിട്ടിയത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? അപ്പൊ നിങ്ങള്
ഒരു കാര്യം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് അല്ലെ. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുഞ്ഞു കുട്ടികളെ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ലെസൺ തുടങ്ങിയിട്ടില്ല, ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് ആ ലെസണിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടും. പിന്നെ അവർക്ക് മനസ്സിലാവും ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്തത് കേട്ടോ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള, അതായത് പ്രിഫിക്സുകളും സഫിക്സുകളും അതുപോലെ തന്നെ അബ്രീവിയേഷൻസ്, റൂട്ട് വേർഡുകളൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മറിച്ച് നോക്കിയാൽ അറിയാം, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അല്ല ഇനി നമ്മൾ പഠിക്കാൻ പോണേ അല്ലെ. തിയറി പോലുള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മൾ പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സുകളൊക്കെ എന്താണെന്ന് പഠിക്കും, അതിന്റെ മീനിങ്ങുകൾ എന്താണെന്ന് നോക്കും. അപ്പൊ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് മാത്രമേ എടുക്കുള്ളൂ, അതിനുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ആ ടേബിൾ എടുത്തിടാം. അപ്പോ ഈ ടേബിളിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം എന്നില്ല കേട്ടോ. എല്ലാ പ്രിഫിക്സുകളും എല്ലാ സഫിക്സുകളും എല്ലാ റൂട്ട് വേർഡുകളും ഒന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല. അടയാളപ്പെടുത്തി തരാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് തരാം. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി. എല്ലാം നോക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രിഫിക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് പ്രിഫിക്സ്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളൊരു മെഡിക്കൽ ടേം ഉപയോഗിക്കുമ്പോൾ അത് പ്രിഫിക്സ് ആണ് സഫിക്സ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഹൈഫൺ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ പ്രിഫിക്സ് ഇന്നതാണ് സഫിക്സ് ഇന്നതാണെന്ന് വേർതിരിച്ച് പഠിക്കുന്ന സമയത്ത് എന്ത് വേണം, ഹൈഫൺ വേണം കേട്ടോ. പ്രിഫിക്സ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് പ്രിഫിക്സ് ആണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ടേമിന്റെ ബാക്കിലായിട്ട് ഒരു ഹൈഫൺ കാണാൻ സാധിക്കും. നോക്കിയേ നിങ്ങള്, ഇവിടെ എ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ്, അതിന്റെ ബാക്കിൽ എന്തുണ്ട്, ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രിഫിക്സിന്റെയും ബാക്കിലായിട്ട് ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. ഈ ഹൈഫണിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ മീനിങ്? ഹൈഫണിന്റെ മീനിങ് എന്താ? അതായത് അതിനുശേഷം, അതായത് എക്ക് ശേഷം ബാക്കി കുറച്ച് വേർഡുകൾ വരാനുണ്ട്, അല്ലെങ്കിൽ തുടർന്ന് വരാനുണ്ട്. അതാണ് ഹൈഫണിന്റെ മീനിങ് കേട്ടോ. അപ്പൊ പ്രിഫിക്സില് ആ ഒരു ലെറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരിക, ഹൈഫൺ വരിക. എന്നാൽ സഫിക്സില് ലെറ്ററിന് മുമ്പ് അല്ലെങ്കിൽ വേർഡ്സിന് മുമ്പാണ് എന്ത് വരിക, ഹൈഫൺ വരിക. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹൈഫണിന്റെ മീനിങ് എന്താ? അതായത് ആ വേർഡിനെ തുടർന്ന് അല്ലെങ്കിൽ ആ ലെറ്ററിനെ തുടർന്ന് മറ്റ് വേർഡുകൾ വരാനുണ്ട്, മറ്റാരൊക്കെയോ അതിൽ ചേരാനുണ്ട് എന്നാണ് ആ ഹൈഫൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രിഫിക്സ് ആയിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത്, മെഡിക്കൽ ടേം എഴുതുന്ന സമയത്തല്ല കേട്ടോ, പ്രിഫിക്സ് ആയിട്ട് എഴുതുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഹൈഫൺ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മീനിങ്ങുകൾ എന്തായാലും നോക്കി വെക്കണം കേട്ടോ. അങ്ങനെയാണ് വരിക. മീനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന ഹൈഫൺ ഉണ്ട്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്, അതാണ് മീനിങ് വരുന്നത്. അപ്പോ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ഒരു മെഡിക്കൽ ടേം ഞാൻ പറഞ്ഞു തരാം. ഈ എ അല്ലെങ്കിൽ ഹൈഫൺ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ആ ആയിട്ടാണ് കേട്ടോ. ആ എന്ന് പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ഞാനൊരു വേർഡ് പറയാം, അസെപ്റ്റിക്. നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, അസെപ്റ്റിക്.
സ്പെല്ലിംഗ് പറഞ്ഞുതരാം. ASEPTIC, അസെപ്റ്റിക്. എഴുതിയോ? അസെപ്റ്റിക് എഴുതിയല്ലേ? ഓക്കെ. നോക്കിയപ്പോ നിങ്ങള് ആ എ എന്ന് പറയുന്നത് എന്താ? സെപ്റ്റിക്കില് പ്രിഫിക്സ് ആണ്. സെപ്റ്റിക് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ചേർക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ പല വേർഡുകൾ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. മനസ്സിലായോ പറഞ്ഞത്? അസെപ്റ്റിക്. ഓക്കെ അല്ലേ? നജുവ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അതിന്റെ മീനിങ്, അതായത് ഈ എ കൊടുത്തിട്ട് ഹൈഫൺ ഉണ്ട്, ആ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ ആണ്. അതിന്റെ മീനിങ് വരുന്നത് വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ് എന്നാണ്. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതെ അല്ലെ, ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അസെപ്റ്റിക് എന്ന് പറയുന്നത് എന്താവും? വിത്തൗട്ട് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ. അപ്പോ ഇല്ലാതെ എന്നുള്ള അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതാണ് ആ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ കൂടെ ഹൈഫൺ ഇട്ടിട്ടുള്ള പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത്. ഓക്കെ. ഇല്ല, ഇല്ലാതെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. യെസ്. അടുത്തത് ഒരു AB കൊടുത്തിട്ടുണ്ട്, ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ABയുടെ പുറകിലായിട്ട് മറ്റ് ചില ആളുകളും കൂടി വരാനുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക എങ്ങനെയാണ്? അബ്, അബ് എന്നാണ് കേട്ടോ പ്രൊനൗൺസ് ചെയ്യുക. അതിന്റെ മീനിങ് വരുന്നത് ബിയോണ്ട് എന്നാണ്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെ, അഥവാ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി, അങ്ങനെയൊക്കെയാണ് ബിയോണ്ടിന്റെ മീനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇതിന് ഒരു വേർഡ് പറയാം, ഒരു മെഡിക്കൽ ടേം പറയാം. അബ്നോർമൽ ഉപയോഗിക്കാൻ പറ്റില്ലേ നമുക്ക്? അബ്നോർമൽ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലേ സാധാരണയായിട്ട് അല്ലെ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെ, ആ ഒരു രീതി അർത്ഥം വരില്ലേ അബ്നോർമൽ. ഓക്കെ. ഓക്കെ. അപ്പൊ ബിയോണ്ട് എന്ന് പറഞ്ഞാല് അകലെ അല്ലെങ്കിൽ വിട്ട് അല്ലെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്നുള്ള അർത്ഥം വരും. ഓക്കെ. അപ്പൊ അബ്നോർമൽ. ഓക്കെ. പിന്നെ അടുത്തൊരു ടേം കൊടുത്തിട്ടുണ്ട്, അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത് എന്താ? ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ്? സ്റ്റൊമക്ക്. ഓക്കെ. അപ്പൊ സ്റ്റൊമക്ക് എന്നാണ് അബ്ഡോമന്റെ മീനിങ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ നമ്മൾക്ക് അധികം നിങ്ങൾ പറയുന്നാവേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു പ്രിഫിക്സ് പഠിക്കുന്നു, അതിന്റെ മീനിങ് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. എളുപ്പമാണ് പഠിക്കാൻ. ഇനി അധികം ഇത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ആർത്രൈറ്റിസ് പറയുമ്പോഴേ അതിനകത്ത് റൂട്ട് വേർഡ് ഏതായിരിക്കും മിസ്സേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ARTHR, ആർത്തർ ആണ് റൂട്ട് വേർഡ്. പക്ഷെ നമുക്ക് അതിനകത്ത് ആർത്രോ എന്ന് പറയാം. ചില സമയത്ത് റൂട്ട് പ്ലസ് വവ്വല് ചേർത്ത് ആർത്രോ എന്ന് പറയാം, ആർത്തർ എന്ന് പറയാം കേട്ടോ. അത് വവ്വല് ചേർക്കുമ്പോഴാണ് ആർത്രോ ആവുന്നത്. പക്ഷെ ആർത്രൈറ്റിസ് വരുമ്പോ നമ്മൾ ഓ അവിടെ നിന്ന് എടുത്തു മാറ്റും. കാരണം അതിന്റെ കൂടെ സഫിക്സ് ആണ് ചേർത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സ് ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, അബ്ഡോമൻ പറഞ്ഞ നൗൺ ആയിട്ട് കൊടുത്തിട്ടില്ലേ? അതും ഈ പ്രിഫിക്സിൽ വരുന്നതാ? അതെ അതെ. അബ്ഡോമിനൽ പെയിൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? സംഭവം പറയുന്നുണ്ടല്ലോ, ആഫ്റ്റർ പ്രിഫിക്സില് ഒരു ഹൈഫൺ ഉണ്ടാവും പറയുന്നുണ്ട്. ഹൈഫൺ അല്ലാതെ മറ്റു പലതും കാണുന്നുണ്ട്. അപ്പൊ എന്താണെന്നാ ചോദിച്ചതാ. അതിൽ ചിലതിൽ അങ്ങനെ മാത്രം യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഇതാക്കി പറയുന്നത് കേട്ടോ. ചിലതിൽ സ്ലാഷ് വരുന്ന സമയത്ത് ഓ ഉണ്ടെങ്കിൽ അവിടെ ഹൈഫൺ ഉണ്ടാവില്ല, അങ്ങനെയുണ്ട്. ചിലതിൽ ഹൈഫൺ അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മള് ശരിക്കും ഇതിന്റെ മീനിങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി ഫ്രൈഡേ കാണാം കേട്ടോ. താങ്ക് യു, ബൈ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്.